ബഹുമാന്യരെ സത്യാന്വേഷികളെ, 6 ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ 27-ാം തീയതി സിറോ-മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ സെക്രട്ടറിയും PROയുമായി ചാർജ് എടുത്ത ഒരു ഫാദർ ടോം, അദ്ദേഹം ഈ ഇടയ്ക്കാണ് ചാർജ് എടുത്തത്. അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു നോട്ട് കുറിച്ചിരുന്നു. മാർപ്പാപ്പയെ മെത്രാന്മാർ തെറ്റിദ്ധരിപ്പിച്ചോ എന്നൊരു ചോദ്യത്തോടു കൂടിയാണ്. അതിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഈ വിഷയം തുടങ്ങിയിട്ടുള്ള കഴിഞ്ഞ 4 വർഷമായി ഒരുപാട് വീഡിയോകളിൽ, പ്രഭാഷണങ്ങളിൽ, കൺവെൻഷനുകളിലെല്ലാം ഒരുപാട് തുറന്ന് പ്രസംഗിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതും അവസാനം ഈ ദിവസങ്ങളിൽ പുസ്തകങ്ങളിൽ രേഖാമൂലം തെളിവ് സഹിതം എഴുതി പ്രിൻ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മീഡിയ കമ്മീഷൻ്റെ ചാർജ് പുതുതായി എടുത്ത ഒരു ചെറുപ്പക്കാരനായ ഒരു അച്ഛൻ, അത് അദ്ദേഹത്തിൻ്റെ അത്യുത്സാഹ നിമിത്തം മീഡിയ കമ്മീഷൻ ഇത്രയും നാളും പറഞ്ഞിരുന്ന നുണകൾ അത് ആദ്യം മുതൽ അദ്ദേഹം ആവർത്തിക്കാൻ തുടങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് ഗൗരവത്തിലെടുത്തില്ല. പക്ഷെ അദ്ദേഹം പുതുതായി രംഗത്തേക്ക് വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും അറിവ് കുറവാണെങ്കിൽ അത് പരിഹരിക്കട്ടെ എന്ന് കരുതി അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു കത്ത് എഴുതിയിരുന്നു. ആ കത്ത് ഒരു സിംഗിൾ പേജ് കത്താണ്. അദ്ദേഹത്തിന് ഈ പുസ്തകം അയച്ചു കൊടുത്തു. ഈ പുസ്തകം മോൺസിഞ്ഞൂർ ആൻ്റണി നരികുളച്ചൻ എഴുതിയതാണ്. ആരാണ് മോൺസിഞ്ഞൂർ ആൻ്റണി നരികുളം എന്ന് ചോദിച്ചാൽ, സിറോ-മലബാർ സഭയുടെ ഈ കുർബാന ക്രമത്തിൻ്റെ പരിണാമത്തിൽ ആദ്യം മുതൽ അവസാനം വരെ വളരെയധികം ഇൻവോൾവ്ഡ് ആയിട്ടുള്ള അച്ഛനാണ്. ഒരുപക്ഷെ ഈ സിനഡിൽ പങ്കെടുക്കുന്ന മെത്രാന്മാരെക്കാൾ അധികം ഈ സിനഡിൻ്റെ കുർബാന വിഷയമായിട്ട് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള വൈദികനാണ്. ഈ സിനഡിൽ പങ്കെടുക്കുന്ന മെത്രാന്മാരിൽ പകുതിയിലധികം മെത്രാന്മാരെയും പഠിപ്പിച്ചിട്ടുള്ള സെമിനാരി പ്രൊഫസറാണ്, സെമിനാരി റെക്ടറായിരുന്നു. മാർപ്പാപ്പ തന്നെ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ ബഹുമാനിച്ച് മോൺസിഞ്ഞൂർ പദവി നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം വളരെ പച്ചയായി ഈ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ മാർപ്പാപ്പയെ ആരാണ് തെറ്റിദ്ധരിപ്പിച്ചത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. അതിൻ്റെ തെളിവുകൾ എന്ന് പറയുന്നത് ഈ മീഡിയ കമ്മീഷൻ്റെ അച്ഛനിരിക്കുന്ന ക്യാബിൻ്റെ തൊട്ടപ്പുറത്തെ ക്യാബിനിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സിനഡൽ ന്യൂസ് എന്ന പ്രസിദ്ധീകരണമാണ്. അത് സത്യാന്വേഷികളായ ഏത് മനുഷ്യനും വെബ്സൈറ്റിൽ തപ്പിക്കഴിഞ്ഞാൽ സിറോ-മലബാർ സിനഡൽ ന്യൂസ് എന്ന് പറഞ്ഞ് തപ്പിയാൽ 1992 സിനഡ് ആദ്യം കൂടിയ അന്നത്തെ കമ്മീഷൻ തൊട്ട് ഇന്നേ വരെയുള്ള എല്ലാ സിനഡൽ മീറ്റിങ്ങുകളുടെയും റിപ്പോർട്ടുകൾ, അതിലെ ചർച്ചകൾ, തീരുമാനങ്ങളെല്ലാം ലഭിക്കും. അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ വ്യക്തമായി പ്രതിപാദിക്കുന്നത് മാർപ്പാപ്പയെ 3 പ്രാവശ്യം, 2 തവണ കത്ത് വഴിയും 1 തവണ വീഡിയോ സന്ദേശം വഴിയും ഈ സഭയുടെ ഏകീകരണ കുർബാനയുടെ സിനഡിൻ്റെ തീരുമാനത്തിൽ ഇടപെടിപ്പിച്ച മെത്രാന്മാർ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് വളരെ കൃത്യമായി പ്രസ്താവിച്ച് തെളിവ് സഹിതം അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ആരും ഈ പുസ്തകം എഴുതിയ മോൺസിഞ്ഞൂറിനെ വെല്ലുവിളിക്കുന്നില്ല? അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, യു കം ആൻഡ് പ്രൂവ് ഇഫ് ഐ ആം റോങ്. പക്ഷേ ആരും അതിന് ധൈര്യപ്പെടുന്നില്ല. അല്ലെങ്കിൽ ഈ പുസ്തകത്തെ ബാൻ ചെയ്തുകൂടെ ഇത് തെറ്റാണെങ്കിൽ? ഇനി ഇപ്പോഴത്തെ മാർപ്പാപ്പ ഇംഗ്ലീഷ് അറിയുന്ന മാർപ്പാപ്പയാണല്ലോ. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ച കാര്യം എന്താ, ഇംഗ്ലീഷിലും പ്രിൻ്റ് ചെയ്ത് ഇറക്കിയിരിക്കുകയാണ്. അൺഹോളി കോംപ്രമൈസ് എന്നാണ്. ഇതിലും ഒരു അധ്യായം മുഴുവൻ പ്രതിപാദിക്കുന്നത് ഈ വിഷയം എന്നാണ്. 5-ാം അധ്യായം, 3 interventions by the Pope. The first letter of the Pope, the second letter of the Pope, Pope's video message. ഈ 3 കാര്യങ്ങളിലും മാർപ്പാപ്പയെ ആരാണ് തെറ്റിദ്ധരിപ്പിച്ചത്, എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിച്ചത്, അതിലുള്ള തെറ്റായ വിവരങ്ങൾ എന്തായിരുന്നു, ഇതാണ് വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ ടോമസിന് ഈ പുസ്തകം അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് അയച്ചു കൊടുത്തിട്ടില്ല, ഈ മലയാളം പുസ്തകമാണ് അയച്ചു കൊടുത്തേക്കുന്നത്. ഇംഗ്ലീഷ് പുസ്തകത്തിൽ കുറച്ചുകൂടി കൂടുതൽ വിവരങ്ങൾ ഉണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് ഞാനാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ എഴുതിയിരിക്കുന്നത് ഇത് അച്ഛൻ വായിച്ചു നോക്കണം, സത്യത്തോട് തുറവിയുള്ള വൈദികൻ എന്ന ഒരു പ്രത്യാശയിലാണ് ഇത് അയക്കുന്നത്. അങ്ങേക്ക് ഇത് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കിയാൽ അത് തിരുത്തണം, ശരിയായ കാര്യം വീണ്ടും അവിടെ തന്നെ എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ ഏതാണ്ട് ഇദ്ദേഹത്തിൻ്റെ തെറ്റായ ഈ പ്രചരണത്തിന് നൽകിയ ഒരു റെസ്പോൺസ് ഇത് മാത്രമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഷക്കീന എന്ന ഒരു TV ചാനൽ ഇതേ കാര്യം ഒരു ന്യൂസ് വീഡിയോ ആയിട്ട് അവർ പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ്. ഷക്കീന ആദ്യം മുതൽ ഇങ്ങനെ നുണപ്രചരണവും വെറുപ്പ് പ്രചരണത്തിനും ഒരു പ്രത്യേക ഉത്സാഹമുള്ള ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ രൂപത്തിൽ അത് വന്നതുകൊണ്ട് അതിനൊരു ചെറിയ തോതിലുള്ള ഉത്തരം പറയുക, അത്രേ ഉള്ളൂ.
കാരണം ഇത് വിശദമായി ചർച്ചകൾ നടന്നിട്ടുള്ള കാര്യമാണ്. മെത്രാന്മാരുടെ കമ്മീഷനുകളിൽ, ഞാൻ തന്നെ ഡയലോഗിന് പോയിട്ടുള്ള കമ്മീഷനുകളിൽ ഞാൻ വ്യക്തിപരമായ എൻ്റെ അനുഭവം തന്നെ ആണ് ഇതേ വിഷയങ്ങൾ, മാർപ്പാപ്പയെ ഈ തെറ്റിദ്ധരിപ്പിച്ച ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മെത്രാന്മാർ 9 മെത്രാന്മാരടങ്ങുന്ന സംഘത്തിലൊക്കെ സംസാരിച്ചപ്പോൾ ആരും ഇതിന് മറുപടി പറയാൻ തയ്യാറല്ല. അവർ പറയുന്ന കാര്യം അതൊക്കെ പഴയ കാര്യം, അതൊക്കെ വിടും, നമുക്ക് ഇപ്പോഴത്തെ വിഷയം ചർച്ച ചെയ്യാമെന്ന് പറയുള്ളൂ. അപ്പോൾ അത്രമാത്രം പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളത്. അത് ഈ ലോകത്തിലെ എല്ലാവർക്കും അറിയാം. വ്യക്തിപരമായി ഓരോ മെത്രാനും വ്യക്തിപരമായി അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ അവർ ഒന്നിച്ച് വരുമ്പോൾ അത് സമ്മതിക്കുകയില്ല, അത് ചർച്ച ചെയ്യാനും തയ്യാറല്ല, അതിന് ഉത്തരം തരാനും തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ ഷെക്കീന TV ഇത് അവതരിപ്പിച്ചതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണമായത്. കാരണം ഇങ്ങനത്തെ വെറുപ്പുകളും അതിലൂടെ ഉതപ്പുകളും പ്രചരിപ്പിക്കുന്നത് തീർത്തും അബദ്ധ ജഡിലമാണ്. മാർപ്പാപ്പ ആദ്യത്തെ കത്ത് എഴുതുന്നത് നമുക്ക് ഈ പുസ്തകത്തെ തന്നെ റെഫർ ചെയ്യാം. കാരണം ആൻ്റണി നരികുളച്ചൻ്റെ ആധികാരികത ഈ സീറോ മലബാർ സിനഡിലെ ആർക്കും തന്നെ ഈ വിഷയത്തിലുണ്ടാകില്ല. അപ്പോൾ അദ്ദേഹം ഇത് സ്വന്തം പേര് വെച്ച് ഫോട്ടോ വെച്ച് പ്രിൻ്റ് ചെയ്ത് ഇറക്കിയിരിക്കുന്ന പുസ്തകമാണ്. കംപ്ലീറ്റ് അദ്ദേഹം ഇത് ഓൺ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ പുസ്തകത്തെ തന്നെ അവലംബിക്കണം. കുർബാന ഏകീകരണത്തെക്കുറിച്ച് മാർപ്പാപ്പയുടെ ആദ്യത്തെ കത്ത് വരുന്നത് 2021 ജൂലൈ 3-ാം തീയതിയാണ്. ഈ കത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രസ്താവന 1999 ശേഷം തുടർന്നു വന്ന വർഷങ്ങളിൽ ആവർത്തിച്ച് സ്ഥിരീകരിച്ചിട്ടുള്ളതാണല്ലോ കുർബാന ഏകീകരണത്തിൻ്റെ തീരുമാനം എന്ന പ്രസ്താവനയാണ്. അതായത് സീറോ മലബാർ മെത്രാൻ സിനഡ് 99 മുതലുള്ള സിനഡുകളിൽ ആവർത്തിച്ച് സ്ഥിരീകരിച്ച തീരുമാനം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുക. അത് വസ്തുതാപരമായ ഒരു തെറ്റാണ്. 1999-നും 2020-നും ഇടയിൽ 37 സിനഡ് സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. മോൺസിഞ്ഞൂർ അച്ഛൻ്റെ ഈ പുസ്തകത്തിൽ പേജ് നമ്പർ 63 ഈ 37 സിനഡ് സമ്മേളനങ്ങളുടെ ഡോക്യുമെൻറ്റ്സും അദ്ദേഹം പരിശോധിച്ച് വിശകലനം ചെയ്യുകയാണ്. ഒരെണ്ണത്തിൽ പോലും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. പലപ്പോഴും ചർച്ച പോലും ആ വിഷയത്തിൽ നടത്താതിരിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നതിൻ്റെ തെളിവുകൾ അദ്ദേഹം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തിൽ ഇദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: 2021 ജൂലൈ 3-ാം തീയതി മാർപ്പാപ്പ നൽകിയ ആഹ്വാനത്തെ, അത് ആഹ്വാനമാണ്, ഡിക്രിയായും തിരുവെഴുത്തായും മറ്റും വ്യാഖ്യാനിച്ച് അതിൻ്റെ നിർബന്ധിത സ്വഭാവം സ്ഥാപിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ആലഞ്ചേരി സിനഡിലും സിനഡാനന്തര സർക്കുലറിലും നടത്തിയ ശ്രമം നിക്ഷിപ്ത താല്പര്യത്തോടെ ബോധപൂർവം ചെയ്തതാണെന്ന ആരോപണത്തെ നിഷേധിക്കാൻ കഴിയും. അപ്പോൾ മാർപ്പാപ്പയുടെ ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കേരളത്തിൽ സിനഡ് സമ്മേളനത്തിൽ നടന്നു എന്ന് അദ്ദേഹം കോട്ട് ചെയ്ത് എഴുതിയിരിക്കുന്ന കാര്യം വസ്തുതാപരമായ തെറ്റാണ്. ആ വസ്തുതാപരമായ തെറ്റ് മാർപ്പാപ്പയുടെ കത്തിൽ എങ്ങനെയാണ് കടന്നുകൂടിയത്? അതൊരു ഉത്തരവാദിത്തപ്പെട്ടവരാണ് ആ തെറ്റ് മാർപ്പാപ്പയെ ധരിപ്പിച്ചത്. എൻ്റെ ചുരുങ്ങിയ അറിവിൽ സിനഡ് സമ്മേളനത്തിൽ മെത്രാന്മാർ ഇത് പല ചോദിച്ചിട്ടുണ്ട്. പക്ഷേ മാർപ്പാപ്പയ്ക്ക് അങ്ങനെ ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ വഴി നൽകിയ കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ കത്ത് അത് വെളിപ്പെടുത്താനോ അത് മെത്രാന്മാർക്ക് പോലും നൽകാനോ ആരും തയ്യാറായിട്ടില്ല. ഇന്നേ വരെ അത് വെളിച്ചം കണ്ടിട്ടില്ല. ഈ കത്തിലെ വസ്തുതാപരമായ തെറ്റ് അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനോടും ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ്റെ പ്രീഫെക്റ്റിനോടും ആവശ്യപ്പെട്ടിട്ടും ഇന്നേ വരെ അതിനെക്കുറിച്ചൊരു അന്വേഷണമോ അതിനൊരു മറുപടിയോ നൽകിയിട്ടില്ല എന്നും ഇതിൽ വ്യക്തമായിട്ട് പ്രസ്താവിക്കുന്നുണ്ട്. അപ്പോൾ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതല്ലേ? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ വിഷയത്തിലുള്ള രണ്ടാമത്തെ കത്ത് 2022 മാർച്ച് 25-ാം തീയതി നൽകപ്പെട്ടതായി പറയപ്പെടുന്ന കത്താണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, മാർപ്പാപ്പയുടെ എല്ലാ ചാക്രിക ലേഖനങ്ങളും എല്ലാ മോത്തുപ്രിയയും എല്ലാ ലെറ്റേഴ്സും വത്തിക്കാൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. പക്ഷേ ഈ കത്ത് ഇന്ന് വരെ ഞാൻ തൊട്ട് മുമ്പ് കൂടി ചെക്ക് ചെയ്തു, വത്തിക്കാൻ വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അതുകൊണ്ട് ഈ കത്തിൻ്റെ ആധികാരികത തന്നെ സംശയിക്കപ്പെടും. രണ്ടാമത്, ഈ കത്തിലെങ്ങും ഇത് ഞായറാഴ്ചകളിൽ ഇന്ന ദിവസം പള്ളികളിൽ വായിക്കേണ്ടതാണെന്നുള്ള പരാമർശമില്ലായിരുന്നു.
പക്ഷേ പൊന്തിഫിക്കൽ ഡെലഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ വന്നപ്പോൾ ഈ കത്ത് എന്തുകൊണ്ട് പള്ളികളിൽ വായിച്ചില്ല എന്ന് ചോദിച്ച് അതിന്മേൽ ഒരു ആക്ഷൻ, അത് വായിക്കണം എന്ന് നിർബന്ധിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നത് ഇവിടെ നടന്ന തിരിമറികളെക്കുറിച്ച് അന്വേഷിക്കാനോ ഈ മാർപ്പാപ്പയുടെ ആദ്യത്തെ കത്തിലുള്ള വസ്തുപരമായ തെറ്റിനെക്കുറിച്ച് എറണാകുളം അതിരൂപതയും തൃശ്ശൂർ അതിരൂപതയിലെ വൈദികർ, ഇരിങ്ങാലക്കുട രൂപതയിലെ വൈദികർ, പാലക്കാട്, മാനന്തവാടി, താമരശ്ശേരി രൂപതയിലുള്ള വൈദികരൊക്കെ ഒപ്പിട്ട് നൽകിയ നിവേദനങ്ങളിൽ സ്വീകരിച്ചിട്ട് അന്വേഷിക്കാൻ വന്നതല്ല. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മാൻഡേറ്റ് പോലും ഞങ്ങൾ ചോദിച്ചിട്ട് പോലും കാണിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം വന്നത് സിനഡൽ തീരുമാനം ഇവിടെ ഏത് വിധേനയും നടപ്പിലാക്കുക എന്ന മാൻഡേറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ മാൻഡേറ്റിൻ്റെ പകുതിയായിട്ട് അദ്ദേഹം കാണിച്ചത്. അപ്പോഴും മുഴുവൻ മാൻഡേറ്റ് കാണിച്ചില്ല. അദ്ദേഹം ബസിലിക്കയിൽ ബലമായിട്ട് കയറി ബസിലിക്ക തുറന്ന് അവിടെ വികാരിയെ ഇൻസ്റ്റാൾ ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ആക്ട് ചെയ്തു. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്ന അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു, ഒൺലി മോറൽ പവർ. അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ ഇത് എഴുതിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഫാദർ ജോസ് കേസ് കൊടുത്തു. ആ കേസ് അനുസരിച്ച് അതിൻ്റെ വക്കീൽ നോട്ടീസ് കൈപ്പറ്റിയപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടുപോയി. കാരണം അദ്ദേഹത്തിന് ലഭിച്ച അധികാരങ്ങളേക്കാൾ അധികമായ അധികാരമാണ് അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചത്. മാർപ്പാപ്പയുടെ കത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ മാർപ്പാപ്പയുടെ ഈ കത്തിൽ, ആ കത്ത് ഇപ്പോഴും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ആധികാരികത സംശയിക്കണം. ഒന്നാമത്തെ കാര്യം, അതിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: സിനഡിൻ്റെ ഈ പ്രസ്തുത തീരുമാനം 34 രൂപതകളും നടപ്പിലാക്കിയെന്ന് സംശയലേശമന്യേ അത് പ്രസ്താവിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 34 രൂപതകളിലും അത് നടക്കുന്നില്ല, ശരിയായ രീതിയിൽ ഈ എല്ലാ രൂപതകളിലും നടപ്പിലായിട്ടില്ല എന്ന കാര്യം മാർപ്പാപ്പയ്ക്ക് അപ്പോൾ അറിയാമായിരുന്നു. ആരാണ് അത് തെറ്റിദ്ധരിപ്പിച്ചത്? മാർപ്പാപ്പയും അങ്ങനെ ധരിച്ചുവോ? കാരണം ഈ രൂപതകളിൽ നിന്നുള്ള എല്ലാ വൈദികരുടെയും എതിർപ്പുകൾ നൽകിയിരുന്നു, എഴുതി അറിയിച്ചതാണ് വത്തിക്കാനെയും സിനഡിനെയല്ല. അതൊന്നും മാർപ്പാപ്പ അറിഞ്ഞിട്ടില്ല എന്നത് അതിൽ നിന്ന് വ്യക്തമാണ്. അതിൻ്റെ ആധികാരികത തന്നെ ചോദ്യം ചെയ്യപ്പെടണം. ഈ 34 രൂപതകളിൽ ഒരു സർവേ നടത്തിക്കൂടെ എന്ന ചോദ്യം പലപ്പോഴും സിനഡിനോടും മെത്രാന്മാരോടും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇന്നേ വരെ വില പോകാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മാർപ്പാപ്പയുടെ രണ്ടാമത്തെ കത്തിൻ്റെ അസ്തിത്വം തന്നെയും ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഏകീകരണ കുർബാനയുടെ വിഷയത്തിൽ മാർപ്പാപ്പയുടെ മൂന്നാമത്തെ ഇടപെടൽ നടന്നത് ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ്. കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ് രാജിവെക്കുന്ന ദിവസം അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഓർമ്മയുണ്ടാകും: കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? അതൊക്കെ നമുക്ക് കണ്ടറിയാമല്ലോ. വരാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾപ്പിക്കണം. വരാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾപ്പിക്കണം. ആ പൂരം എന്താണെന്ന് ഏറെക്കുറെ ആളുകൾക്ക് മനസ്സിലായത് അന്ന് വൈകുന്നേരം റിലീസായ ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോയിലും ഈ 2021 ജൂലൈ 3 കത്തിലുള്ളതുപോലെ വസ്തുതാപരമായ ഒരുപാട് തെറ്റിദ്ധാരണകൾ വളരെ വ്യക്തമായിട്ട് ഇതിൽ കിടക്കുകയാണ്. ഈ കത്തിൻ്റെ ഈ വീഡിയോയിലെ യഥാർത്ഥത്തിലുള്ള പരാമർശങ്ങൾ സിനഡ് തീരുമാനം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്കെതിരെ അക്രമം നടന്നിട്ടുണ്ട്. പാപ്പ എനിക്ക് അറിയാം, ഞാൻ അന്വേഷിച്ച് പഠിച്ചിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളാണ്. സിനഡ് തീരുമാനത്തോടുള്ള എതിർപ്പിൻ്റെ കാരണത്തിന് കുർബാന അർപ്പണവും ആരാധനക്രമവുമായി ബന്ധമില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം 40 വർഷമായിട്ട് ഈ സഭയിൽ നടക്കുന്ന ഒരു ആരാധനക്രമപരമായ, ദൈവശാസ്ത്രപരമായ, അജപാലനപരമായൊരു തർക്കമാണ്. റോമിൽ നിന്ന് തന്നെ ഒരു വൈറ്റ് കമ്മീഷനെ നിയമിച്ചതാണ്. ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ്റെ 2 പ്രീഫെക്റ്റുമാർ, ആദ്യം ലൂർദ് സ്വാമി പിന്നെ മറ്റൊരു പ്രീഫെക്റ്റും ഈ വിഷയത്തിൽ ഇടപെടുകയും ഇതിന് ഒഴിവ് നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ സിനഡിലുള്ള മെത്രാന്മാർ അല്ലെങ്കിൽ മെത്രാർച്ച് ബിഷപ്പ് ആയിരുന്ന ജോർജ് ആലഞ്ചേരി പിതാവിൻ്റെ ഭൂമി വിവാദം ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഭൗമികമായ കാര്യങ്ങളാലാണ് നിങ്ങളിതിനെ എതിർക്കണമെന്ന് അറിയാമെന്ന് പറയണേ. അപ്പോൾ ഇവരൊക്കെ മെത്രാന്മാരാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അച്ഛന്മാരാകുന്നതിന് മുമ്പേ ഈ സഭയിൽ നിലനിൽക്കുന്ന ഒരു തർക്ക വിഷയമാണത്. അപ്പോൾ ഇത് ആരാധനക്രമപരമായ യാതൊരു പ്രശ്നവും ദൈവശാസ്ത്രപരമായ തർക്കമൊന്നും ഇതിലില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ വളരെ വ്യക്തമായി ഇത് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ
വളരെയധികം വ്യക്തമായൊരു കാര്യമാണ്. അൽമായരെ സഭാ കൂട്ടായ്മയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏതാനും വൈദികരാണ്. അതാണ് മറ്റൊരു ആരോപണം. തീവ്രവാദികളുമായി വൈദികർക്ക് ബന്ധമുണ്ടെന്നും അകത്തോലിക്ക സഭകളിൽ ചേക്കേറാനായി എറണാകുളം അങ്കമാലി അതിരൂപത ശ്രമിക്കുന്നുണ്ടെന്നും തനിക്കറിയാം എന്നാണൊക്കെയാണ് മാർപ്പാപ്പ വീഡിയോയിൽ പറയുന്നത്. ഇതെല്ലാം തീർത്തും അവാസ്തവമായ നുണക്കഥകളാണ്. ഈ നുണക്കഥകളെല്ലാം എഴുതിയത് അന്നത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പിതാവാണ്. അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നിമിത്തം ആ കത്ത് ലീക്കായുകയും ആ കത്ത് എല്ലാവരും അറിയുകയും വായിക്കുകയും ചെയ്തു. മാർപ്പാപ്പയുടെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിന് കുറച്ച് മുമ്പ് അദ്ദേഹം നൽകിയ കത്തിൽ അതെല്ലാം പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമായിട്ട് അതെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കത്തിനെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ കുറച്ച് നാൾ ജനുവരിയിൽ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവും ആർച്ച് ബിഷപ്പ് പാംപ്ലാനി പിതാവും ഇരുന്നൊരു മീറ്റിങ്ങിൽ ഞങ്ങൾ ഏതാനും വൈദികർ ഈ ആൻഡ്രൂസ് പിതാവിൻ്റെ എറണാകുളം അങ്കമാലി അതിരൂപതയെ കുറിച്ച് നുണക്കഥകൾ, അവാസ്തവമായ കാര്യങ്ങൾ മാർപ്പാപ്പയെ എഴുതി തെറ്റിദ്ധരിപ്പിച്ച കാര്യം ഞങ്ങൾ ചോദിച്ചു. അതിനെതിരെ മൂലക്കാട്ട് പിതാവ് പ്രധാന ജഡ്ജിയായിട്ടുള്ള മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ കുരിയയിലെ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ കൊടുത്ത കേസിന് യാതൊരു മറുപടി പോലും, ആ പരാതി കിട്ടിയെന്ന് പോലും മറുപടി തന്നിട്ടില്ല. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ തട്ടിൻ പിതാവ് ഞങ്ങളോട് പറഞ്ഞു, ഞാനതിലുണ്ട്, പറഞ്ഞത് ഇതാണ്: അത് ആൻഡ്രൂസ് പിതാവ് അങ്ങനെ ഒരു കത്ത് എഴുതി എന്നുള്ളത്, അത് ലീക്ക് ചെയ്തു എന്നുള്ളതൊക്കെ സത്യമാണ്. പക്ഷേ അതിലുള്ള എറണാകുളം രൂപതയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ അവർ രണ്ടുപേരും വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നില്ല എന്നും ഞങ്ങളോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതെല്ലാം തെറ്റാണെന്നാണ് അവരും ധരിക്കുന്നത്. ഏത് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും സിനഡിൻ്റെ സെക്രട്ടറിയും ധരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല എന്നുള്ളതിന് അവർ പറഞ്ഞ കാരണം, അത് ആൻഡ്രൂസ് പിതാവ് വ്യക്തിപരമായി പേഴ്സണലായിട്ട് മാർപ്പാപ്പയ്ക്ക് എഴുതിയ കത്താണ്, അതിനെക്കുറിച്ച് നമുക്ക് വിചാരണ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ദൈവം ഇടപെട്ട് അത് പുറത്തു കൊണ്ടുവന്നപ്പോൾ, അത് പരസ്യമായപ്പോൾ തീർച്ചയായിട്ടും അത് വിഷയമാകേണ്ടതല്ലേ? ഇത്രയും വലിയൊരു സഭയെ അദ്ദേഹം അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ട വൈദിക ഗണത്തെക്കുറിച്ച്, അതിരൂപതയെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട മറ്റൊരാൾക്ക് മാർപ്പാപ്പയ്ക്ക് എഴുതി അറിയിക്കുന്നതിൻ്റെ വലിയൊരു തെറ്റില്ലേ? അത് അന്വേഷിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അത് വ്യക്തിപരമായ കത്താണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അതിലുള്ള നുണകൾക്കെതിരെ വ്യത്യസ്തമായ സത്യങ്ങൾ എഴുതി അറിയിക്കാൻ ഇപ്പോൾ ഈ രൂപതയുടെ ആർച്ച് ബിഷപ്പായ അങ്ങേക്ക് ഉത്തരവാദിത്വമില്ലേ എന്നല്ല ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ ആ വീഡിയോയുടെ അവസ്ഥ അതാണ്. അതിലുള്ള വിവരങ്ങൾ താൻ അന്വേഷിച്ച് പഠിച്ചിട്ടാണ് പറയുന്നത് എന്ന് മാർപ്പാപ്പ പറയുന്നുണ്ടെങ്കിലും അതിലെ വിവരങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും ചോദ്യങ്ങൾ മോൺസിഞ്ഞൂർ അച്ഛൻ ചോദിക്കുന്നത് വളരെ രസകരമായ ചോദ്യങ്ങളാണ്. ഇതുപോലത്തെ കുറേ ചോദ്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം മുമ്പ് മുണ്ടാണ്ടരച്ഛൻ തന്നെ 25 ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുള്ളതാണ്. ആർക്കും ഇന്നവരെ ഉത്തരം തരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആ ചോദ്യങ്ങൾ ഏതാനും ഞാൻ അവിടെ ആവർത്തിക്കാം. ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതിനോട് എതിർപ്പുണ്ടായിരുന്ന 12 മെത്രാന്മാർ, അതായത് 2021 ഓഗസ്റ്റിലെ സിനഡിൽ 12 മെത്രാന്മാർ തങ്ങളുടെ അഭിപ്രായം രേഖാമൂലം നൽകിയിട്ടും സിനഡിൻ്റെ തീരുമാനം ഏകകണ്ഠമാണെന്ന് മേജർ ആർച്ച് ബിഷപ്പ് റോമിനെ തെറ്റിദ്ധരിപ്പിച്ച കാര്യം മാർപ്പാപ്പയ്ക്ക് അറിയാമോ? ഒരു വലിയ മാൽ പ്രാക്ടീസ് ആണെന്ന കാര്യമാണത്. ഈ 12 പേരുടെ കത്ത് ഇമെയിലായിട്ട് നൽകി അത് പുറത്ത് പ്രചരിച്ചതാണ്. അതിനുശേഷം 6 സീനിയർ മെത്രാന്മാരും ഈ 2021 ഇതിലൊക്കെ നടന്ന മാൽ പ്രാക്ടീസുകൾ തുറന്ന് എഴുതിയിരുന്നു. ഈ കുർബാന വിഷയത്തിൽ അൺഹോളി ഇൻസ്ട്രുമെൻ്റലൈസേഷൻ നടന്നിട്ടുണ്ട് എന്ന വാക്ക് പ്രയോഗം നടത്തിയത് തുങ്കുഴി പിതാവ് എഴുതിയൊരു കത്തിലാണ്. ഈ 6 സീനിയർ മെത്രാന്മാർ എഴുതിയ കത്തിയ അദ്ദേഹം തന്നെ വ്യക്തിപരമായി എഴുതിയ കത്തിൽ ദ ഹ്യൂമൻ എലമെൻറ്റ്സ്, മാനുഷിക ഘടകങ്ങൾ, അതായത് പരിശുദ്ധാത്മാവാണല്ലോ സിനഡിൽ പ്രവർത്തിക്കുന്നത്, മാനുഷിക ഘടകങ്ങൾ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ലെറ്റർ ഹെഡിൽ അദ്ദേഹം എഴുതിയ കത്തിലും പരാമർശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാര്യം മാർപ്പാപ്പയ്ക്ക് അറിയാമോ? ഈ 12 മെത്രാന്മാർ ആ സിനഡിൽ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്ന കാര്യം അറിയാമോ? ഏകകണ്ഠമാണ് എന്ന് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് സിനഡാനന്തര സർക്കുലറിൽ എഴുതിയതിനെക്കുറിച്ചുള്ള പരാമർശമാണ് ഈ ചോദ്യം. 2021 ആഗസ്റ്റിലെ സിനഡിൽ വച്ചായിരിക്കും 50-50 ഫോർമുല സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുക എന്ന് മേജർ ആർച്ച് ബിഷപ്പ് പ്രഖ്യാപിച്ചിരിക്കെ 21 ജൂലൈ 3 സിനഡ് തീരുമാനം നടപ്പിലാക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് മാർപ്പാപ്പ കത്തെഴുതിയത് വസ്തുതകൾ മനസ്സിലാക്കാതെയാണെന്ന് മാർപ്പാപ്പയ്ക്ക് അറിയാമോ?
അതായത് തൊട്ട് മുമ്പ് നമ്മൾ ഈ വിഷയം പിന്നെ ചർച്ച ചെയ്യാം. ആദ്യം ടെക്സ്റ്റ് നമുക്ക് അംഗീകരിച്ച് കിട്ടട്ടെ, അത് കഴിഞ്ഞ് പിന്നെ ചർച്ച ചെയ്യാമെന്നാണ് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞത്. പക്ഷേ അടുത്ത സിനഡിന് മുമ്പ് മാർപ്പാപ്പയുടെ കത്ത് വരുന്നു, വേഗം നടപ്പിലാക്കാൻ പറഞ്ഞു. അതാണ് ഇവിടെ ഈ ചോദിക്കുന്ന ചോദ്യം. ഇത് മാർപ്പാപ്പയ്ക്ക് അറിയാമായിരുന്നോ? 35-ൽ 34 രൂപതകൾ സിനഡ് ദാനം സ്വീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തുവെന്നത് ഈ രൂപതകളിലെ യഥാർത്ഥ സ്ഥിതിവിശേഷം മനസ്സിലാക്കാതെ നടത്തിയ പ്രസ്താവനയാണെന്ന് മാർപ്പാപ്പയ്ക്ക് അറിയാമോ? അത് വീഡിയോയിൽ ആവർത്തിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വസ്തുതാപരമായ തെറ്റായ ഒരു കാര്യമാണ്. ഏകീകൃത കുർബാന സഭയിൽ ഐക്യത്തിന് കാരണമാകില്ലെന്ന് സിനഡിലെ സീനിയർ മെത്രാന്മാർ ആവർത്തിച്ച് പറഞ്ഞിട്ടും അഭിപ്രായത്തെ മറ്റ് മെത്രാന്മാർ നിസ്സാരമായി തള്ളിക്കളഞ്ഞതാണ് ആരാധകർക്കമ്മ പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്ന വസ്തുത മാർപ്പാപ്പയ്ക്ക് അറിയാമോ? അപ്പോൾ ഐക്യരൂപമല്ല, ഐക്യമാണ് വേണ്ടതെന്ന് വളരെയധികം കൃത്യമായി മറ്റ് പല പ്രസംഗങ്ങളിലും അവതരിപ്പിച്ചിട്ടുള്ള മാർപ്പാപ്പയെ ആരാണ് മറിച്ച് തെറ്റിദ്ധരിപ്പിച്ചത്? ഇവിടെ ഐക്യരൂപം ഉണ്ടായാൽ ഈ സഭയിൽ ഐക്യമുണ്ടാകുന്ന ആരാണ് തെറ്റിദ്ധരിപ്പിച്ചത്? യഥാർത്ഥത്തിൽ മാർപ്പാപ്പയുടെ മാർച്ചിൽ മാർപ്പാപ്പ എഴുതിയെന്ന് പറയുന്ന 2022 മാർച്ച് 25 മാർപ്പാപ്പ എഴുതിയെന്ന് പറയുന്ന കത്തിൻ്റെ ഉള്ളടക്കം മാർപ്പാപ്പയുടെ മറ്റ് ചാക്രിലേഖനങ്ങളും ലെറ്ററുകളുടെയും കണ്ടൻറ്റും അതിലെ ആശയങ്ങളോട് ഒരിക്കലും പൊരുത്തപ്പെടുന്നതല്ല. അതിപ്പോഴും വെബ്സൈറ്റിൽ വന്നിട്ടില്ല. യഥാർത്ഥത്തിൽ ആ ലെറ്ററിനെ കുറിച്ച് വത്തിക്കാൻ തന്നെ നേരിട്ട് അന്വേഷണം നടത്തേണ്ടതാണ്. തിരിച്ച് ഈ ചോദ്യങ്ങളിലേക്ക് പോകാം. അന്യായമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തവരോട് ഉദാരമായി ക്ഷമിക്കണമെന്ന മാർപ്പാപ്പയുടെ ആഹ്വാനം സ്വീകരിക്കുമ്പോഴും ആ അന്യായങ്ങൾ ഏവയാണെന്നും അവയിൽ നിർബന്ധമായും തിരുത്തപ്പെടേണ്ടവ ഏവയാണെന്നും മാർപ്പാപ്പയ്ക്ക് അറിയാമോ? അവ തിരുത്തപ്പെടുന്നില്ലെങ്കിൽ സഭയിൽ ഐക്യം സാധ്യമാകില്ലെന്ന് മാർപ്പാപ്പ തിരിച്ചറിഞ്ഞു. തെറ്റുകൾ തിരുത്തപ്പെടാതെ പലതും നമുക്ക് സമാധാനം സ്ഥാപിക്കാൻ കഴിയില്ല എന്നും അതുകൊണ്ട് വ്യക്തമായ കൃത്യമായ നടപടികൾ വത്തിക്കാൻ കൂരിയയിലും മറ്റും എടുത്തിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വസ്തുത അറിഞ്ഞിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് തീവ്രവാദി ഗ്രൂപ്പുകളുമായി ബന്ധമുണ്ടെന്നും അതുവഴി ധാരാളം പണം ലഭിക്കുന്നുണ്ടെന്നും കത്തോലിക്ക സഭ വിട്ട് മറ്റ് സഭകളിൽ ചേരാൻ അവർ രഹസ്യ ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും മാർ ആൻഡ്രൂസ് പിതാവ് അറിയിച്ചത് തെളിവുകളില്ലാത്ത അസത്യ പ്രസ്താവനകളാണെന്ന പച്ചപരമാർത്ഥം മാർപ്പാപ്പയ്ക്ക് അറിയാമോ? മാർപ്പാപ്പയെ മെത്രാന്മാർ തെറ്റിദ്ധരിപ്പിച്ചോ എന്ന ടോമച്ചൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലേ? ആരാണ് തെറ്റിദ്ധരിപ്പിച്ചതെന്ന് ഉത്തരം കിട്ടിയില്ലേ? അപ്പോൾ ഇതൊക്കെ 4 കൊല്ലമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഈ നുണകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചത് കൊണ്ട് കാര്യമില്ല. ഇത് വലിയ കൺവെൻഷനുകളിലും 70,000 പേര് കൂടിയ കൺവെൻഷനിലോ ഈ രൂപതയുടെ ജൂബിലി സമാപനത്തിൻ്റെ വലിയ കൺവെൻഷനിലും വീഡിയോകളിലൊക്കെ വളരെയധികം പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് വീണ്ടും ഈ കാര്യങ്ങളൊക്കെ പറയിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് ഈ നുണകൾ ഇങ്ങനെ ഇവർ എഴുതുന്നത്? അല്ലെങ്കിൽ ഒരു കസേരയിൽ വന്നിരുന്നതിൻ്റെ ഉത്സാഹം കൊണ്ട് ഞാൻ സഭയ്ക്ക് വേണ്ടിയിട്ട് ഞാനും നുണകൾ പറയുന്നു എഴുതുമെന്നുള്ള ഒരു വാശിയാണ്. നമ്മൾ എന്തിനാണ് ഈ ചെയ്ത തെറ്റ് തിരുത്താൻ ശ്രമിക്കാതെ ഈ ചെയ്ത തെറ്റിനെ മൂടി വയ്ക്കാനായിട്ട് വീണ്ടും ശ്രമങ്ങൾ നടത്തി എന്തിനാണ് ഈ അഴുക്ക് കൂട്ടുന്നത്? ചിലപ്പോഴൊക്കെ നിരാശ തോന്നുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ വ്യൂ കൂട്ടാൻ വേണ്ടി, റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ചില ചാനലുകൾ. വളരെ ശോചനീയമാണ് ഈ സഭയുടെ അവസ്ഥ. കരിയൽ പിതാവും മോൺസിഞ്ഞൂർ ആൻ്റണി നരികുളവും ഒന്നിച്ച് പരിശുദ്ധ മാർപ്പാപ്പയെ കാണാൻ പോയി, കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് വന്നതിന് ശേഷമാണ് മാർപ്പാപ്പയുടെ ഈ വീഡിയോ വന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മാർപ്പാപ്പയ്ക്ക് അറിയാമല്ലോ, എന്നിട്ടും മാർപ്പാപ്പ വീഡിയോ വിട്ടല്ലോ, അങ്ങനെ വളരെ സാധാരണക്കാർ ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരവും വ്യക്തമായിട്ട് ഈ പുസ്തകത്തിലുണ്ട്. അത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറയാം. കരിയൽ പിതാവും മോൺസിഞ്ഞൂർ നരികുളവും മാർപ്പാപ്പയെ പോയി കണ്ട് അവർ അന്ന് അവിടെ അവതരിപ്പിച്ചത് ഈ അതിരൂപതയിലെ അജപാലന പ്രശ്നങ്ങളാണ്. ഏകീകൃത കുർബാന നടപ്പിലാക്കുമെന്നുമായി ബന്ധപ്പെട്ട് ഈ അതിരൂപതയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കാനൻ ലോയിലെ 1538 കാനൻ നിയമത്തിൻ്റെ ഒഴിവ് നൽകുക എന്നൊരു സാധ്യത ഉണ്ടല്ലോ, ആ സാധ്യത ഉപയോഗിക്കണം, അതിനുള്ള സാധ്യതകൾ തരണം എന്ന കാര്യമാണ് അവിടെ പറഞ്ഞത്. അവിടെ ഈ മാർപ്പാപ്പ എഴുതിയ കത്തിലെ തെറ്റുകളോ സിനഡിലെ മെത്രാന്മാർ ചെയ്ത തെറ്റുകളോ തെറ്റിദ്ധരിപ്പിക്കാൻ ചെയ്ത കാര്യങ്ങളോ ഇതൊന്നുമല്ല അവിടെ പ്രസ്താവിച്ചത്.
ഈ വിഷയം മാത്രമാണ് അവർ അവതരിപ്പിച്ചത്. കാരണം മാർപ്പാപ്പയുടെ മുമ്പിൽ അന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആവശ്യം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അജപാലന പ്രശ്നത്തിനുള്ള പരിഹാരം ലഭിക്കുക എന്ന് മാത്രമായിരുന്നു. അത് ഒഴിവ് കിട്ടിയാൽ മതി. ജനാഭിയ കുർബാന തുടർന്നും ചൊല്ലാനുള്ള ഒഴിവ് കിട്ടുക, എറണാകുളം രൂപതയുടെ കാര്യം മാത്രം പറയാനാണ് മെത്രാപ്പോലിത്തൻ വികാരിയ ആൻ്റണി പിതാവ് പോയത്. അല്ലാതെ സിനഡിൻ്റെ സെക്രട്ടറി ആയിരുന്നു എന്ന നിലയിൽ സിനഡിനെ തന്നെ കുറ്റം പറയാനല്ല പോയത്. അപ്പോൾ മാർപ്പാപ്പ അവരോട് ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ്റെ പ്രീഫെക്റ്റിനെ കാണാൻ പറഞ്ഞു. ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ്റെ പ്രീഫെക്റ്റാണ് അവർക്ക് ഈ 1538 കാനൻ ഉപയോഗിച്ച് ഈ രൂപതയുടെ അജപാലന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ നിർദ്ദേശിച്ചതും നവംബർ 27 അങ്ങനെ ഒരു കത്ത് അവിടെ നിന്ന് ഇറങ്ങിയത്. മാർപ്പാപ്പയുടെ വീഡിയോയിൽ 1999 സിനഡ്, അതിനെ തുടർന്ന് 37 സിനഡുകളിൽ ഒരിക്കലും നടക്കാതിരുന്ന കാര്യം നടന്നു എന്ന കാര്യം വന്ന കാര്യമോ, അല്ലെങ്കിൽ മറ്റു രൂപതകളിലും 34 രൂപതകളിലും പല രൂപതകളിലും പൂർണ്ണമായിട്ട് ഇത് നടപ്പിലായിട്ടില്ല എന്ന കാര്യമോ, അല്ലെങ്കിൽ ഈ രൂപതയിലെ വൈദികരെക്കുറിച്ച് അന്ന് പിന്നീട് ആൻഡ്രൂസ് പിതാവ് പറയാനിരിക്കുന്ന നുണകളെക്കുറിച്ച് മുൻകൂട്ടി പറയാനോ ഒന്നും അവർക്ക് കഴിഞ്ഞിട്ടില്ല. കരിയിൽ പിതാവും മോൺസിഞ്ഞൂർ നരികുളവും ഒന്ന് ചേർന്ന് മാർപ്പാപ്പയെ കണ്ടതിനെക്കുറിച്ച് ഒരുപാട് നുണക്കഥകൾ പ്രചരിപ്പിച്ചത് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവാണെന്ന് മോൺസിഞ്ഞൂർ നരികുളം ഈ പുസ്തകത്തിൽ വ്യക്തമായിട്ട് തെളിവ് സഹിതം എഴുതിയിരിക്കുകയാണ്. മാർപ്പാപ്പയുടെ മുമ്പിൽ തെറ്റായ ട്രാൻസ്ലേഷൻ നടത്തിയെന്ന്, അതുപോലെ മാർപ്പാപ്പയെ മറ്റു പല കാര്യങ്ങളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് അനുവാദം വാങ്ങിച്ചത് എന്നെല്ലാമുള്ള തെറ്റായ കാര്യങ്ങൾ, പ്രചരണങ്ങൾ നടത്തിയത് ആരാണെന്നും ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മീഡിയ കമ്മീഷനെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരെയും എനിക്ക് സ്നേഹപൂർവ്വം വെല്ലുവിളിക്കാനുള്ളത്, നമ്മുടെ സഭയിലുള്ള ഇത്രയും പ്രതിസന്ധി നിറഞ്ഞ ഒരു സന്ദർഭത്തിൽ സത്യം എന്താണെന്ന് അനാവരണം ചെയ്യപ്പെടണം. നമ്മളെല്ലാവരും സത്യത്തിൻ്റെ സാക്ഷികളാണ്. സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് യേശു ക്രിസ്തു വന്നത്. അപ്പോൾ ആഗോള സഭയെ തന്നെ പിടിച്ചു കുലുക്കിയ ഈ വിഷയത്തിൽ സത്യം എന്താണെന്ന് അറിയാനുള്ള അവകാശം എല്ലാവർക്കും ഇല്ലേ? സത്യം അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഇല്ലേ? അപ്പോൾ ഇത്രയധികം തുറന്ന് ഈ മോൺസിഞ്ഞൂർ അച്ഛൻ ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം ചെയ്തത് തെറ്റാണെങ്കിൽ, ഇതിലേതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ അച്ഛൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ആ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കും. ആ വെല്ലുവിളി ഏറ്റെടുക്കാതെ വെറുതെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല, അതൊക്കെ വെറും നുണയാണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? മാർപ്പാപ്പയ്ക്ക് തെറ്റാപരമുണ്ട്, അതുകൊണ്ട് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു കാര്യം ഈ ടോമച്ചൻ എഴുതിയ കുറിപ്പിലുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ അനുസരിച്ച് തലശ്ശേരിയിലുള്ള ഒരു ദൈവശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡൻറ്റോ ഡയറക്ടറോ മറ്റോ ആയി അച്ഛൻ ഒരുപാട് പേര് ദൈവശാസ്ത്രം പഠിപ്പിച്ചിരുന്ന അച്ഛനാണ്. അപ്പോൾ അച്ഛന് വ്യക്തമായിട്ട് അത് അറിയേണ്ട കാര്യമാണ്. കാരണം മാർപ്പാപ്പയുടെ തെറ്റാപരം എന്ന് പറയുന്നത് വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച കാര്യങ്ങളാണ്. അല്ലാതെ മാർപ്പാപ്പയ്ക്ക് നമ്മൾ എഴുതുന്ന ഒരു കത്തിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ല എന്ന് മാർപ്പാപ്പയ്ക്ക് അറിയാൻ പറ്റില്ല. തെറ്റാപരം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ല എന്ന് അറിയാൻ പറ്റില്ല. അല്ലെങ്കിൽ ശാസ്ത്രപരമായ കാര്യങ്ങളിൽ മാർപ്പാപ്പയ്ക്ക് തെറ്റാപരം ഉണ്ടെന്ന് ആരെങ്കിലും പറയണ്ട. മാർപ്പാപ്പയോട് ഒരാൾ സംസാരിക്കുമ്പോൾ ആൾ പറയുന്നത് നുണയാണോ ശരിയാണോ എന്ന് മാർപ്പാപ്പയ്ക്ക് അറിയാൻ പറ്റുമോ തെറ്റാപരം ഉണ്ടെങ്കിൽ? അങ്ങനെയല്ല. അത് വിശ്വാസവും സന്മാർഗവും സംബന്ധിച്ച് അദ്ദേഹം മെത്രാന്മാരുടെ കൂട്ടായ്മയിൽ ചേർന്നുകൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ തെറ്റാപരമുണ്ടെന്നാണ്. അപ്പോൾ അത് വളരെ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്ത് അറിയാവുന്ന ഒരു വൈദികനായിരിക്കണം ടോമച്ചൻ. തീർച്ചയായിട്ടും അത് പഠിപ്പിക്കുന്ന ആൾ കൂടി ആയിരിക്കണം. എന്നിട്ടും ആ ഒരു കൺസെപ്റ്റ് മാർപ്പാപ്പയുടെ തെറ്റാപരം അതെടുത്ത് ഇങ്ങനെ ദുരുപയോഗിക്കരുത്. മനസ്സാക്ഷി ദുരുപയോഗമാണ്. സാധാരണ വിശ്വാസികളുടെ മനസ്സാക്ഷിയെ ദുരുപയോഗിക്കുകയാണ്. മാർപ്പാപ്പയ്ക്ക് തെറ്റാപരമുണ്ട് എന്ന് അറിയാവുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അപ്പോൾ മാർപ്പാപ്പയെ ആർക്കും തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു വിഷയത്തിലും പറ്റില്ല അല്ലേ എന്ന് നമ്മൾ പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അത് ആ ആളുകളുടെ സാധാരണ വിശ്വാസത്തെ മിസ്യൂസ് ചെയ്യല്ലേ, ദുരുപയോഗം ചെയ്യല്ലേ. ലൈംഗിക ദുരുപയോഗം പോലെ, അധികാര ദുർവിനിയോഗം പോലെ വലിയൊരു തിന്മയാണ് മനസ്സാക്ഷി ദുരുപയോഗം. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ സകല ജനത്തിനുമുള്ള കത്ത് എന്ന് പറഞ്ഞ് എഴുതിയത് ഈ 3 ദുരുപയോഗങ്ങളെക്കുറിച്ചാണ്. വളരെ ഗൗരവമായ തെറ്റാണത്. അതുകൊണ്ട് അച്ഛന് ഈ ഒരു സ്ഥാനം ഉത്തരവാദിത്വപൂർവ്വം ചെയ്യണം എന്ന് അപേക്ഷിക്കുക. അതൊരു രാജിവെക്കണമെന്നല്ല ഞാൻ പറയണേ, ഉത്തരവാദിത്വപൂർവ്വം ചെയ്യണം.
എറണാകുളം രൂപതയെ വേട്ടയാടുന്നവരുടെ കൂടെ നുണ പറയാനായിട്ട് അണിചേരരുത്. ലോകാരാധ്യനായ ഫ്രാൻസിസ് മാർപ്പാപ്പ 3 പ്രാവശ്യം ഏകീകൃത കുർബാനയുടെ വിഷയത്തിൽ എറണാകുളം രൂപതയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, 2 കത്തുകളും ഒരു വീഡിയോയും വഴി. അത് മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് എന്നുണ്ടെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല. എറണാകുളം രൂപതയിലെ വിശ്വാസികൾക്കോ വൈദികർക്കോ യാതൊരു ബഹുമാനക്കുറവുമില്ല. അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട് ഈ അതിരൂപതയുടെ സ്ഥാനം അദ്ദേഹം തന്നെ ഏൽപ്പിച്ച ആളുകൾ ഈ സിറോ മലബാർ സിനഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ വരുത്തിയ വീഴ്ചയാണത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വളരെ പുരോഗമനപരമായ നിലപാടുകളോട് ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്ന രൂപത എറണാകുളം അങ്കമാലി രൂപതയാണ്. അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളോട്, അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങളോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന രൂപതയാണ്. വ്യാഴാഴ്ച മനുഷ്യരുടെ കാല് കഴുകണം എന്ന് അദ്ദേഹം പറഞ്ഞു, ആൺപെണ്ണ് വ്യത്യാസമില്ലാതെ. അത് ഇപ്പോഴും അനുവർത്തിക്കുന്ന ഒരു രൂപത. എല്ലാ ഇടവകളിലും അല്ലെങ്കിലും സാധിക്കുന്ന ഇടവകളിൽ സ്ത്രീ പുരുഷ ഭേദമില്ലാതെ കർത്താവിൻ്റെ ശിഷ്യരുടെ കാല് കഴുകുന്ന മാതൃക ഈ രൂപതയിൽ നടക്കുന്നുള്ളൂ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സിനഡൽ ചർച്ച് എന്നുള്ള ആശയം രൂപതയിലെ ഇടവകകളിൽ ജീവിക്കുന്ന സത്യമാണത്. പാരിഷ് കൗൺസിലുകളോ അതിൻ്റെ നടത്തിപ്പ് രീതികളോ, സിനഡൽ ചർച്ച തന്നെ അടിമുടി സഭയുടെ ഏറ്റവും അടിത്തട്ട് വരെ മനോഹരമായി നടത്തിയ ഒരുപക്ഷെ ഇന്ത്യയിലേക രൂപത എറണാകുളം അങ്കമാലി രൂപതയായിരിക്കും. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കരുണയുടെ ശബ്ദം, അല്ലെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന പഠിപ്പിക്കുന്ന ഏത് കാര്യവും തുറന്ന മനസ്സോടെ എടുക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഹൃദയത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് എന്നും വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് ഏറ്റവും വലിയൊരു ആദരം അദ്ദേഹത്തിൻ്റെ വേർപാടിന് ശേഷം പൊതുസമൂഹത്തെയും കൂടി ഉൾപ്പെടുത്തി എറണാകുളത്ത് നടത്താതിരിക്കാൻ പറ്റില്ല. അത്രമാത്രം ഹൃദയം കൊണ്ട് മാർപ്പാപ്പയെ സ്നേഹിക്കുന്നവരാണ് ഈ അതിരൂപതയിലെ മക്കൾ. പക്ഷെ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചവർ വലിയ അപരാധമാണ് ചെയ്തിരിക്കുന്നത്. അവരെ വെളിച്ചത്ത് കൊണ്ടുവരണം. അതാണ് മാർപ്പാപ്പയോട് ഞങ്ങൾക്കും ചെയ്യാനുള്ള നീതി. ഞങ്ങൾ സ്നേഹിക്കുന്ന മാർപ്പാപ്പയെ ആരൊക്കെയാണ് തെറ്റിദ്ധരിപ്പിച്ചത് അവരെ കണ്ടെത്തണം, അവരെ മാതൃകാപരമായി അവരുടെ ആത്മാവ് രക്ഷപ്പെടത്തക്ക വിധം വേണ്ടി വന്നാൽ അവരെ ശിക്ഷിക്കണം, അവരെ തിരുത്തണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് എതിരല്ല ഞങ്ങൾ മാർപ്പാപ്പയുടെ പുരോഗമനപരമായ കാഴ്ചപ്പാടുകളെല്ലാം സ്നേഹിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന രൂപതയാണ്.